വിശംശയും സുധാരിക്കട്ടെ. കഴിഞ്ഞ വീഡിയോ നീണ്ടുപോയത് കാരണമാണ് അടുത്ത സെക്ഷനായിട്ട് പിടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കണ്ടിന്യൂ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതൊന്ന് കണ്ടിന്യൂ ചെയ്താലാണ് അതിനൊരു ആത്മീയാഭിഷേകത്തിൽ പോവുള്ളൂ. ഞാൻ തന്നെ ധനവാൻ ലാസറിൻ്റെ ഒരു ഉപമ അതിനൊരു വീഡിയോ ആയി ധനവാൻ സ്വർഗത്തിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ പറയാൻ വേണ്ടി ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡിലേ ആയി. ആ ഒരു ആഴ്ചയിൽ തന്നെ എനിക്ക് 3-4 പ്രാവശ്യം ബൈബിള് നോക്കുമ്പോൾ മൊബൈലിൽ ബൈബിളിൻ്റെ ആപ്പാണല്ലോ, അതിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പുതിയ നിയമത്തിലൊന്ന് കൈ ഞെക്കി അങ്ങോട്ട് നിൽക്കുമ്പോൾ കൈ ഇങ്ങനെ ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ധനവാൻ ലാസറിൻ്റെ ഉപമയാണ്. ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നത് എല്ലാ ആത്മാക്കളും സ്വർഗത്തിലേക്ക് പോകണമെന്നാണ്. നരകം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവിടെ ഒരു നിമിഷം കൊണ്ട് അവസാനിക്കില്ല. നമ്മൾ നരകത്തിൽ കിടന്ന് ഉരുകി നമ്മൾ, പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നരകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു യൂട്യൂബിൽ കേട്ടത് പറയാം. നരകം നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അതായത് ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾ വരെ അവർ തീയിലാണ് കിടക്കണമെന്ന് പറയുന്നത്. അതിലൊരു ഉദാഹരണം, ഒരു സംഭവം ഞാൻ പറയാം. 2 കൂട്ടുകാർ തമ്മിൽ തീരുമാനിച്ചു മരിക്കുന്നതിന് മുമ്പ് ഒരാൾ വന്ന് കാണണം, എനിക്ക് നീ എവിടെ കിടക്കണം, അതിൻ്റെ അവസ്ഥ എന്തെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ 2 പേരിൽ ഒരാൾ മരിച്ചു. പക്ഷെ ദൈവത്തിൻ്റെയും കൂടിയും അനുമതിയോട് കൂടിയിട്ടാണ്, ദൈവത്തിനോട് അനുവാദം കിട്ടിയാൽ മാത്രമേ ഇദ്ദേഹത്തിന് വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഇയാൾ മരിച്ചു. ഇദ്ദേഹം തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ആൾ ശുദ്ധീകരണ സ്ഥലത്താണ് കിടക്കുന്നത്. ഒരു ദിവസം ആൾക്ക് ഈ ജീവിക്കുന്ന ആളുടെ അടുത്തേക്ക് വരാൻ, കൂട്ടുകാരൻ്റെ അടുത്തേക്ക് വരാൻ സാഹചര്യം കിട്ടി. അപ്പോൾ ഇവർ തമ്മിൽ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാവിൻ്റെ കയ്യിൽ നിന്നും ഒരു ചെറിയൊരു വിയർപ്പ് തുള്ളി ഈ ജീവിച്ചിരിക്കുന്ന കൂട്ടുകാരൻ്റെ ദേഹത്ത് ടച്ചായി എന്ന് പറയുന്നു. അപ്പോൾ തന്നെ അവിടെ ഒരു ഓട്ട പോലെ ആയെന്ന് പറയുന്നത്. തീ ഉള്ളിലേക്ക് ചെന്ന് എല്ലുമ ടച്ച് ചെയ്തു എന്ന് പറയുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന സംഭവത്താണ് പറയുന്നത് കേട്ടോ, നരകത്തിലുള്ള കാര്യങ്ങളല്ല. നരകം അപ്പോൾ എത്ര ഭയാനകരമായിരിക്കണം എന്ന് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കണില്ല. നമ്മൾ ഇന്ന് ഇവിടുത്തെ ലോകത്തിലെ കാര്യങ്ങളും നമുക്ക് ഇവിടുത്തെ സുഖങ്ങൾ നമുക്ക് വേണ്ടാണ്ട് വെക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കണം. ഒരു ആത്മാവും നശിച്ച് പോവരുത്. ഞാനൊക്കെ എന്തോരം എനർജി എടുക്കണം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എത്രയോ രാത്രികൾ ഉറക്കമില്ലാണ്ടിരിക്കുന്നു. ദൈവം നമ്മളെ ചില പദ്ധതികൾ ഏൽപ്പിച്ചേക്കാം, നീ ചെന്ന് പറയടാന്ന് പറഞ്ഞിട്ട്. പണ്ട് ഞാൻ ഇങ്ങനെ അങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം BLM ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മറ്റുള്ളവരോട് നമ്മുടെ യേശുവിനെ പറ്റി പറയണം, പ്രായമുള്ള ആൾക്കാരുടെ അടുത്ത് ചെല്ലണം, അവരോടടുത്ത് സംസാരിക്കണം. അപ്പം അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ഇടവയിലാണ് ഒരുപാട് പ്രായമുള്ളവരുണ്ട്, അവരായിട്ട് പോയി സംസാരിക്കൂ. അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ പല ഇതായ കാരണം എനിക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് തട്ടുകൂടി നമ്മൾ കർണാടക തുടങ്ങി. പക്ഷെ അതും മുന്നൊരു കൗൺസിലർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നടക്കില്ലായിരുന്നു. ഇവിടെ നിനക്ക് ഒരു ഒപ്റ്റിക്കൽ ഷോപ്പ് തുടങ്ങുമെന്നല്ല പറഞ്ഞത്, ആരുടെ ഒരു കീഴിൽ ഒപ്റ്റിക്കൽ ഷോപ്പ് ആയിട്ട് നീ ഇവിടെ നിൽക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിന് നമ്മളെ പറ്റിയിട്ടൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറില്ല. അതിലേക്ക് നമ്മൾ എത്തിപ്പെടും. ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത് ഒരുപാട് ആൾക്കാരെ എനിക്ക് ഇന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് അടുത്ത് പോയി ഞാൻ മാർക്കറ്റിംഗ് പോലെ ഈ കണ്ണാടനെ പറ്റിയും നിങ്ങളെ സ്വർഗത്തിലേക്ക് പോകാൻ ഞാൻ ഒരു ഏജൻ്റാണെന്ന് അവരോട് പറയുന്നത്. പല ആൾക്കാരോടും ഞാൻ നേരിട്ട് പോയി സംസാരിക്കുന്നു. അപ്പോൾ ദൈവം പല ആൾക്കാരിലൂടെയാണ് പറയുക. ഞാൻ അത്ര നല്ലൊരു വിശുദ്ധനൊന്നല്ല, ഞാനൊരു പാപികൻ തന്നെയാണ്. പക്ഷെ നമുക്കും ആഗ്രഹമുണ്ട് സ്വർഗത്തിലേക്ക് എത്തണം. എളുപ്പമല്ലാട്ട മക്കളെ സ്വർഗത്തിലേക്ക് എത്താൻ. നമ്മൾ ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ പിന്നാലെയാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ, ഈ ലോകത്തിന് മാത്രമാണ് നിങ്ങളുടെ ചിന്താഗതിയാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവില്ല. ഇന്ന് ഏറ്റവും നമ്മളെ വിഷമിക്കപ്പെടുന്നത് നിരീശ്വരവാദികളാണ്. ഇന്ന് കൂടുതൽ പേരും ദൈവത്തിനെതിരെ പറയുന്ന ആൾക്കാരാണ് നിരീശ്വരവാദികൾ. ഇന്നലെ തന്നെ ഞാനൊരു ഫേസ്ബുക്കിൽ കാണുണ്ടായി, നമ്മുടെ വി ഗാർഡിൻ്റെ ഫൗണ്ടർ ചിത്രപ്പള്ളി ഔസേപ്പ്. അദ്ദേഹം പറയാണ്, എനിക്ക് ഇതിലൊന്നും വിശ്വാസം ഇല്ല,
പക്ഷെ വിശ്വസിക്കുന്നവർ കുഴപ്പമില്ല, അതിനൊന്നും തെറ്റൊന്നുമില്ല. ഓരോ സബ്ജക്റ്റും ഫേസ്ബുക്കിൽ നല്ല മറ്റുള്ളവരെ നന്മയിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ ഗവൺമെൻറ്റിനെ ആയാലും വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ദൈവത്തെ മറന്ന് ഇന്ന് പൈശാചി കയറി കളിക്കണമെന്ന്, പൈശാചിക ശക്തികൾ അത് ആരും പിടിച്ച് നമുക്കെന്നെ അറിയില്ല ഇവൻ ഇങ്ങനെയുള്ളൊരു അത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന മാത്രമാണെങ്കിൽ അദ്ദേഹത്തിന് ഇത്ര പറയുണ്ടു, ഈ കാര്യങ്ങൾ എന്നോട് ചോദിക്കേണ്ട. ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് പ്രയർ ഉണ്ട്, അവർ പ്രാർത്ഥിക്കട്ടെ. ഞാൻ എൻ്റെ വിശ്വാസം എങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകും. എനിക്ക് ഇതിൽ പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്നതിന് പകരം മറ്റുള്ളവരെ ആത്മീയതയിലേക്ക് നയിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതൊക്കെ മറ്റുള്ളവർ കേൾക്കുമ്പോൾ, അതായത് ഇവരെ റോയൽ മോഡലാക്കി വെച്ചവർ, പ്രത്യേകിച്ചും എന്നെ പോലെയുള്ളവരൊക്കെ നല്ല ഒരു എന്താ പറയുക എല്ലാത്തിനും വിമർശിച്ച് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആയാലും മറ്റുള്ള വിമർശനങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന വ്യക്തി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ വിഷമമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ AR റഹ്മാൻ, അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് കേൾക്കേണ്ടായി ഒരു ഇൻ്റർവ്യൂവിന്. അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇത്ര ആഗ്രഹം? അദ്ദേഹം പറഞ്ഞു, യേശുവിൻ്റെ 2ാം വരവാണ് എനിക്ക് കാണാൻ ആഗ്രഹമെന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, ഇതുപോലത്തെ മനുഷ്യന്മാർ ഇന്നുണ്ട്. യേശുവിനെ സ്നേഹിക്കുന്നവരുണ്ട്. അവർക്ക് ആ സ്നേഹം അനുഭവിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ലാട്ട യേശുവിൻ്റെ 2ാം വരവ്. 2ാം വരവിനെ മുമ്പ് മരിക്കണം എന്നാണ് ആഗ്രഹം. 2ാം വരവിൽ അത്രയധികം ദുഷ്ടശക്തികൾ ശക്തി പ്രാപിക്കും, നമ്മുടെ വിശ്വാസനെ തകർത്താൻ നോക്കും. ഒരു ദിവസം നമ്മളോട് വന്ന് ചോദിക്കും, നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്? ഒരുപാട് പ്രവാചകന്മാർ ദൈവത്തിൻ്റെ രൂപത്തിലിറങ്ങും. ഒരുപാട് പിശാചുക്കൾ നമ്മുടെ വീടുകളിൽ തന്നെ കലഹം ഉണ്ടാക്കും. ചെറിയ ചെറിയ സ്ഫോടനം മതി അത് വലുതാവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ സഭയിലായാലും ലോകത്തിലിപ്പോൾ യുദ്ധം, വലിയ യുദ്ധം വരാനുള്ള അന്തരീക്ഷത്തിൽ നമുക്ക് നിൽക്കുന്നു. റഷ്യ ഒരു വശത്ത്, അമേരിക്ക ഒരു വശത്ത്, അങ്ങനെ പല രീതിയിലുള്ള സംഘർഷങ്ങളാണ്. ഈ യേശുവിൻ്റെ 2ാം വരവ് ഏതാണ്ട് അടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നിൽക്കണം. നമ്മുടെ ആത്മാവ് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഞാൻ ഈ വിശുദ്ധന്മാരുടെ ജീവിതമൊക്കെ നമ്മൾ പഠിക്കണം. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അറിയാം, അവർ ഈ ലോകം മുഴുവൻ ഉപേക്ഷിച്ച് അവർ എല്ലാം എനിക്ക് വേണ്ട എന്ന് വെച്ചുകൊണ്ട് അവർ പോവുക. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള നമ്മൾ മറിയം ത്രേസ്യ, അൽഫോൻസമ്മ, യൂപ്രാശ, അവരുടെയൊക്കെ സ്ഥലങ്ങൾ സന്ദർശിക്കണം. അവിടെ ചെന്ന് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, അവിടെ ചാട്ടവാറ് കല്ലിൽ മുട്ടുകുത്തി അവർ പ്രാർത്ഥിക്കുകയാണ്. അവർ അത്ര സഹനം ചെയ്യുമ്പോഴാണ് അവർക്ക് ദൈവത്തിൻ്റെ സ്നേഹം അവരറിയുന്നത്. സഹനത്തിലൂടെ മാത്രമാണ് ദൈവം സ്നേഹം കൊടുക്കുകയുള്ളൂട്ടാണ്. ദൈവത്തിനെ കിട്ടാൻ വേണ്ടിയിട്ട് അവരെല്ലാം സഹിക്കണം. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം പിന്നെ കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരുടെ കൂടെ നിന്ന് പറയും, ഈ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമാണ് അവരെ നമുക്ക് സ്വർഗത്തിലേക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജത്രൂദിനുള്ള പ്രാർത്ഥന, വിശുദ്ധ കുർബാന, പണ്ടത്തെ അമ്മമാരൊക്കെ എന്തോ കൊന്തകൾ എത്തിച്ചേർന്ന്. ഇന്ന് നമ്മൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയും മറ്റും വന്നുകൂടി നമ്മൾ പ്രാർത്ഥന നമ്മൾ കുറഞ്ഞു. നമ്മൾ ആത്മീയം നമ്മുടെ വിട്ടുപോയി. നമ്മൾ ഈ സാധാരണ ഈ ലോകത്തിലത്തെ ചിന്തകളും മറ്റുള്ള കാര്യങ്ങളായി നടക്കണം. നമ്മളൊരു തലത്തേക്ക് മാറണം. ഇത് സ്വർഗം എല്ലാവർക്കും കിട്ടും. നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. നമുക്ക് ഇനി വളരെ ചുരുങ്ങിയ സമയമുള്ളൂ നമ്മുടെ കയ്യിൽ. അവരുടെ അവസാനത്തെ മണിക്കൂറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദുബായിലായിരിക്കുമ്പോൾ അവിടെ സിയോൺ മിനിസ്ട്രി ഉണ്ടായിരുന്നു. ഈ ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്നവരും അവരുടെ കൂടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും കേരളത്തിൽ അവരുടെ ഗ്രൂപ്പിൽ ഞാനുണ്ട്. ഞാനിപ്പോൾ ഈ ദിവസങ്ങളിൽ കാണുന്ന ഒരു ആള് 10 ജർത്തൂദിനോടുള്ള പ്രാർത്ഥന എത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഒരു മാസത്തെ കണക്ക് 10 × 30, 30 × 1000 ഇത്ര ആത്മാക്കളെ നമ്മൾ സ്വർഗത്തിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കാണ്ടും നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ 1000 ആത്മാക്കളെ അല്ലെങ്കിൽ 20,000 ആത്മാക്കളെ നമ്മൾ 1-2 ദിവസം വിടുമ്പോൾ ഈ ആത്മാക്കൾ അവിടെ ചെന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ ഒരു കഥ ഞാൻ തന്നെ ഒരു
രചിച്ച ഒരു കഥ കുറേ നാളായി മനസ്സിലായി. അപ്പോൾ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഒരു പാരമ്പര്യമായിട്ട് ഒരു കുടുംബത്തിൽ അവർ പെണ്ണുങ്ങൾ മാത്രമാണ് സ്വർഗത്തിലേക്ക് എത്തുന്നുള്ളൂ, ആണുങ്ങൾ സ്വർഗത്തിലേക്ക് എത്തുന്നില്ല. പക്ഷെ അവരൊരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥന എത്തിക്കുന്നത്, കുടുംബ പ്രാർത്ഥന, കുർബാനയ്ക്ക് പോണ്. അപ്പോൾ ഇവർ തന്നെ ചിന്തിച്ചു, എന്താണ് ഈ മരിച്ച ആൾക്കാർ അവിടെ എത്തുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ പറ്റി നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ട് ഇവർ സ്വർഗത്തിലേക്ക് വരും? ഞങ്ങൾ മാത്രമാണല്ലോ വരുന്നുള്ളൂ, ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമാണല്ലോ വരുന്നത്, ആണുങ്ങൾ വരുന്നില്ലല്ലോ. അങ്ങനെ അവർ ചിന്തിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലായത്, ഈ പറഞ്ഞ ആണുങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് ഇവർ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ല. ഇവർ ആണുങ്ങളും അതുപോലെ തന്നെ ആൺകുട്ടികളായിരിക്കും കൂടുതൽ. ഇവരെ കൊണ്ട് ഇവർ സിംസ്തയിൽ പോയിട്ട് അവരുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് അവർ വിശുദ്ധ കുർബാന കഴിഞ്ഞോട് കൂടിയിട്ടാണ് ഇവർ എത്തുന്നത്. അപ്പം അവിടെ എന്തുണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വിശുദ്ധ കുർബാന ജീവിതത്തിൽ സ്വീകരിക്കുന്നില്ല. അങ്ങനെയാണ് ഒരു കുടുംബത്തിൽ എല്ലാ ആണുങ്ങളും നരകത്തിലേക്കാണ് പ്രവേശിച്ചത്, എല്ലാ സ്ത്രീകളും സ്വർഗത്തിലേക്ക്. ഇങ്ങനെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഇതിൽ ഒരുപാട് ആശയങ്ങളുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിരിക്കും തോന്നും. അതുപോലെ തന്നെ ചിലവർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർക്ക് കുർബാനയ്ക്ക് പോകാൻ സമയമില്ല, ഒരുപാട് കാര്യങ്ങളിൽ ബിസിയാണ്. അപ്പം ഞായറാഴ്ചയും ഞങ്ങൾ ഭയങ്കര ബിസി തന്നെയാണ് അവർ പറയുന്നത്. അപ്പം ആരും സ്വർഗത്തിലേക്ക് പോകാൻ താല്പര്യമില്ല, അതാണ് കാണിക്കുന്നത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10-15 പേര് അതിലുണ്ടായിരുന്നു. ജത്രൂദിന് ദൈവം കൊടുത്തിട്ടുള്ള പ്രാർത്ഥന ചെല്ലുക, അതുപോലെ തന്നെ എൻ്റെ ഒരു 3 മിനിറ്റ് ഒരു ചെറിയൊരു നല്ലൊരു ആത്മീയ ഒരു ടോക്കും കൂടി ഉണ്ടാവും. പക്ഷെ അത് 10-20 ദിവസം കൊണ്ട് നടന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നിർത്തി. പക്ഷെ ആ സന്ദർഭത്തിൽ എനിക്ക് പ്രത്യേക ഒരു ആനന്ദം കിട്ടിയതായിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇതുവരെ കിട്ടാത്തൊരു സന്തോഷം എനിക്ക് അതിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും നമ്മൾ കൂടെ ഉണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ആത്മീയ ശക്തി നമുക്ക് വരും. കൂടുതൽ ഞാൻ യൂട്യൂബൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ എനിക്ക് ആത്മീയ അനുഭവങ്ങൾ വരുന്നത്. ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇടും. ഇത് പറഞ്ഞ പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം നിന്ന് പോയി ഭയങ്കര ക്ഷീണം വരും. അത് കാരണം പേഴ്സണൽ പ്രെയർ 3 മണിക്കൊക്കെ ഉണ്ടായിരുന്നു പുലർച്ചെ, അതൊക്കെ നിർത്തി. നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം, അപ്പോൾ ഉറക്കക്ഷീണംക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനിയും ഇതുപോലെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾ ഒരു നന്മ നിറയുന്ന ഒരു സ്വർഗ്ഗസ്നായക എത്തിക്കണം നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മളിലുള്ള ആത്മീയ അനുഭവങ്ങൾ നമ്മൾ പങ്കുവയ്ക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഈ യൂട്യൂബ് ഈ പറഞ്ഞ പൂർവികരെ എങ്ങനെ സ്വർഗത്തിലേക്ക് അയക്കാം എന്നുള്ളൊരു സന്ദേശം നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് കൊടുക്കാം. മരിച്ചവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന എത്തിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിന് സ്വർഗത്തിലേക്ക് പോവുകയും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടിയും പ്രാർത്ഥിക്കും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മരിച്ച സമയത്ത് തന്നെ നമുക്ക് തനത് വിധിയുണ്ട്. അന്ത്യവിധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യേശുവിൻ്റെ 2ാം വരവിൽ നമ്മൾ ഈ സ്വർഗത്തിലുള്ളവരും അതുപോലെ ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവരും നരകത്തിലുള്ളവരും ഒരുമിച്ച് കൂടും. അവർ നമ്മുടെ പഴയ ശരീരത്തിലേക്ക് ആത്മാവ് പോയി എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് അവിടെ അന്ത്യവിധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ശിക്ഷ, ജഡ്ജ്മെൻറ്റ്, ഇന്ന കാരണം കൊണ്ടാണ് ഇദ്ദേഹം ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്നത്, ഇന്ന കാരണം കൊണ്ടാണ് നരകത്തിൽ പോയിരിക്കുന്നത്, ഇന്ന നല്ല നല്ല സൽപ്രവൃത്തികൾ ചെയ്ത കാരണമാണ് അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയത്. അതാണ് അന്ത്യവിധി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിലേക്ക് എത്തണം എന്നൊരു ലക്ഷ്യമായിട്ട് നമ്മൾ ജീവിക്കണം. നമ്മുടെ പൂർവികരെ നമ്മൾ സ്വർഗത്തിലേക്ക് വിടണം. നിങ്ങൾ ധ്യാന കേന്ദ്രങ്ങളിൽ പോകണം, കൗൺസിലേഴ്സായിട്ട് സംസാരിക്കണം. അവർ നിങ്ങൾക്ക് ശരിയായ ഏതൊക്കെ തടസ്സങ്ങളിലാണ് അവർ കിടക്കുന്നത് അതിന് പ്രതിവിധി നമ്മൾ കണ്ടെത്തി, അതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകണം. ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താണ്, നമ്മൾ കുർബാന എത്തിച്ചു, സൽക്കർമ്മങ്ങൾ ചെയ്തു, എന്താണ് അവസ്ഥ എന്നറിയാൻ, അവർ സ്വർഗത്തിൽ എത്തിയിട്ടുണ്ടോ എന്നറിയാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് തീക്ഷ്ണമായിട്ടുള്ള പരിശ്രമം വേണം. അപ്പോൾ നമ്മൾ മരിക്കുമ്പോൾ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർ സ്വർഗത്തിലേക്ക് പോയി നമുക്കൊരു സന്തോഷം തന്നെയില്ല. അപ്പോൾ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.